നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂവാറ്റുപുഴ മണ്ഡലത്തിലെ ചിത്രം വ്യക്തം. UDFന്റെ സിറ്റിംഗ് സീറ്റിൽ 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 4 സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. LDF, UDF, NDA സ്ഥാനാർത്ഥികൾക്ക് പുറമെ മണ്ഡലത്തിൽ ആദ്യമായി ആം ആദ്മി പാർട്ടിയും ഇക്കുറി മത്സര രംഗത്തുണ്ട്. UDFന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ സിറ്റിംഗ് MLA മാത്യു കുഴൽനാടൻ രംഗത്തിറങ്ങുമ്പോൾ LDFന് വേണ്ടി CPIയിലെ N അരുണാണ് തെരഞ്ഞെടുപ്പ് ഗോതയിലുള്ളത്. മാത്യു കുഴൽനാടനും N അരുണിനും പുറമെ NDAയ്ക്ക് വേണ്ടി 2020യിലെ സണ്ണി കടുത്താഴയും ആം ആദ്മി പാർട്ടിയുടെ നൌഷാദ് രണ്ടാർക്കരയും മത്സര രംഗത്തുണ്ട്. സ്ഥാനാർത്ഥികളിൽ മാത്യു കുഴൽനാടൻ ഒഴികെയുള്ള മറ്റ് 3 പേരും നിയമസഭാ തെരഞ്ഞെടുപ്പ് രംഗത്ത് പുതുമുഖങ്ങളാണെങ്കിലും 4 പേരും മണ്ഡലത്തിന് സുപരിചിതർ തന്നെ. 74,425 വോട്ടുകൾ നേടി 6,961 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ കഴിഞ്ഞ തവണ വിജയിച്ച KPCC വൈസ് പ്രസിഡന്റ് കൂടിയായ മാത്യു കുഴൽനാടനെ UDF വീണ്ടും രംഗത്തിറക്കുമ്പോൾ വിദ്യാർത്ഥി യുവജന അവകാശ സമരങ്ങളിലെ മുന്നണി പോരാളി N അരുണിനെയാണ് LDF രംഗത്തിറക്കിയത്. NDA സ്ഥാനാർത്ഥി സണ്ണി കടുത്താഴിയാകട്ടെ കർഷക ദ്രോഹ നടപടികൾക്കെതിരെയും വന്യജീവി ആക്രമണങ്ങൾക്കെതിരെയും മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെയും സജീവ പ്രവർത്തനം നടത്തുന്നയാളും. സാമൂഹ്യ പ്രവർത്തനത്തിൽ മുന്നിൽ നിൽക്കുന്നയാളാണ് നൌഷാദ് രണ്ടാർക്കര. നഗരവികസനവും KSRTC ബസ് സ്റ്റാൻഡ് നവീകരണവും ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങളും രാഷ്ട്രീയ പോരാട്ടങ്ങളും എണ്ണിപ്പറഞ്ഞാണ് മാത്യു കുഴൽനാടൻ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത്. എന്നാൽ വികസന മുരടിപ്പും IAS അക്കാദമി ഉൾപ്പെടെയുള്ള നഷ്ടങ്ങളും എണ്ണിപ്പറയാനാണ് N അരുൺ ഉൾപ്പെടെയുള്ള മറ്റ് സ്ഥാനാർത്ഥികളുടെ നീക്കം. കഴിഞ്ഞ തവണ കൈവിട്ടുപോയ സീറ്റ് തിരികെ പിടിക്കാൻ LDF N അരുണിനെ ചുമതലപ്പെടുത്തിയപ്പോൾ സീറ്റ് നിലനിർത്താനാണ് UDF മാത്യു കുഴൽനാടന് നൽകിയിരിക്കുന്ന നിയോഗം. ചരിത്രം സൃഷ്ടിച്ച് മൂവാറ്റുപുഴയുടെ മണ്ണിൽ നിന്ന് വിജയിക്കാനാണ് സണ്ണി കടുത്താഴയ്ക്കും നൌഷാദ് രണ്ടാർക്കരയ്ക്കും നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വം. വിധിയെഴുതാൻ നാളുകൾ മാത്രം ബാക്കി നിൽക്കെ പരസ്യ പ്രചരണങ്ങൾ കൂടുതൽ ഊർജിതമാക്കിയിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. ആര് വാഴും ആര് വീഴുമെന്ന് കാത്തിരുന്നു തന്നെ കാണാം. പൊളിറ്റിക്കൽ ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.